നിന്റെ വർത്തമാനം കേട്ടാൽ തന്നെ അറിയാം നീയാണ് കൊന്നതെന്ന്. സാരമില്ല, ഞാൻ പോട്ടെ. ഡ്രൂ അല്പം പരിഭ്രമത്തോടെ മുറി വിട്ടുപോയി. കൂരിരുട്ടിൽ അകലെ ഒരു കണ്ടൻ പൂച്ച അർത്ഥവത്തായി കരഞ്ഞു. അതിനെന്തോ പറയാനുള്ളതായി സന്ദീപിന് തോന്നി. രാത്രി 11 മണിക്ക് ഉറക്കവും കാത്ത് സന്ദീപ് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് സന്ദീപിൻ്റെ സാംസങ് ഫോൺ ശബ്ദിച്ചത്. സന്ദീപ് ഫോൺ കയ്യിലെടുത്തു. ഹലോ, സന്ദീപാണോ? അതൊരു പെണ്ണിൻ്റെ ശബ്ദമായിരുന്നു. അതെ, എന്നെ സഹായിക്കണം. നാളെ 10 മണിക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഹോട്ടൽ വൂൾഫ് ഇൻ്റർനാഷണലിൽ വരണം. നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഫോൺ കട്ടായി. സന്ദീപ് പെണ്ണ് പറഞ്ഞ സമയത്ത് അവളെ കാണാൻ ചെന്നു. അവളെ കണ്ടതും പെട്ടെന്ന് സന്ദീപ് ഞെട്ടിപ്പോയി. ഡ്രൂ, നീയാണോ എന്നോട് വരാൻ പറഞ്ഞത്? ഞാൻ ഡ്രൂ അല്ല. പിന്നെ? ഞാൻ അർച്ചനയാണ്, ഡ്രൂവിൻ്റെ ക്ലോൺ. ഞാൻ ഉറക്കത്തിൽ ഡ്രൂവായി ജീവിക്കാറുണ്ടായിരുന്നു. ഡ്രൂ ഇന്ത്യയിൽ വന്നത് മുതൽ ഞാൻ അവളുടെ ജീവിതം സ്വപ്നം കാണാതെയായി. പക്ഷേ പകൽ കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും ഡ്രൂവിൻ്റെ ജീവിതം സ്വപ്നം കണ്ടു. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അവളുടെ കയ്യിലൊരു മോതിരമുണ്ട്. അതിലെ സ്വിച്ചിൽ വിരലമർത്തിയാൽ അതിൽ നിന്നും ശക്തിയായി വൈദ്യുതി പ്രവഹിക്കും. പക്ഷേ ഡ്രൂ അത് ഇട്ടാൽ അവൾക്ക് വൈദ്യുതി പ്രവാഹം ഏൽക്കില്ല. കാരണം അവൾ ഒരു കയ്യുറ ഇടും. അങ്ങനെ അവൾ അമേരിക്കയിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അവൾ ശരിക്കും ഒരു വാടക കൊലയാളിയാണ്. ശരിക്കും ഒരു പ്രൊഫഷണൽ കില്ലർ. അവൾ ഇതുവരെ അമേരിക്കയിൽ 5 പേരെ കൊന്നിട്ടുണ്ട്. അവൾ കൊല്ലേണ്ടയാൾക്ക് ഒരു ഹസ്തദാനം നൽകും. അതിനിടയ്ക്ക് മറ്റേ കൈകൊണ്ട് മോതിരത്തിലെ സ്വിച്ചിൽ വിരലമർത്തും. അങ്ങനെ കൊല നടത്തി അവൾ ഒരുപാട് കാശും സമ്പാദിച്ചിട്ടുണ്ട്. ഞാനിത് ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഡ്രൂ ഇപ്പോൾ തൻ്റെ പുതിയ ഇരയെ കൊല്ലാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. സന്ദീപിൻ്റെ ഹൃദയം നിന്നു പോയെന്ന് തോന്നി. അയാൾക്ക് ശ്വാസം കൂടി കിട്ടുന്നില്ലായിരുന്നു. അതാരാ? വൈശാഖ്. ഡ്രൂവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ താമസിച്ച വൈശാഖ്. എന്തിനവൾ വൈശാഖിനെ കൊല്ലണം? ഡ്രൂ ഇപ്പോൾ അവളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പുതിയ ആൺകുട്ടിയുമായി പ്രണയത്തിലാണ്. അവനെ കിട്ടാൻ വേണ്ടി അവൾ വൈശാഖിനെ കൊല്ലും. വൈശാഖ് തനിക്കൊരു ബാധ്യത ആകുമെന്ന് ഡ്രൂവിന് പേടിയുണ്ട്. സന്ദീപ് ഇതെല്ലാം കേട്ട് സ്തംഭിച്ച് നിന്നുപോയി. ഡ്രൂവിനെക്കുറിച്ച് എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവൾ ഒരു വാടക കൊലയാളിയാണ് പോലും. പോരാത്തതിന് ഇഷ്ടത്തിനു വേണ്ടി നിഷ്കളങ്കരായ ആണുങ്ങളെ വളയ്ക്കുകയും അവർ തനിക്കൊരു ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി അവരെ കൊല്ലുകയും ചെയ്യുന്നു. സന്ദീപിന് ഡ്രൂ ഒരു മൃഗമാണെന്ന് തോന്നി. അവളുടെ പെരുമാറ്റം കണ്ടാൽ അവൾ ഒരു പാവമാണെന്നേ ആരും പറയൂ. എല്ലാവരോടും എന്ത് സ്നേഹമായാണ് അവൾ പെരുമാറുന്നത്. ആർക്കും എന്തും നൽകും. അവൾ തന്നോട് കാണിക്കുന്ന സ്നേഹവും അഭിനയമാണോ? അവൾ എന്തിനാ എൻ്റെ ഭാര്യയെ കൊന്നത്? അവൾ ഡ്രൂവിനോട് എന്ത് തെറ്റാണ് ചെയ്തത്? ചേട്ടത്തി ഒരു ദിവസം ഡ്രൂ അറിയാതെ ഡ്രൂവിൻ്റെ പെട്ടിയിൽ നിന്നും മോതിരമെടുത്ത് കൗതുകത്താൽ അത് ധരിക്കുകയും അബദ്ധവശാൽ മോതിരത്തിൻ്റെ സ്വിച്ച് അമർത്തുകയും ചെയ്തു. ഇത്രയും വിവരം നൽകിയതിന് നിങ്ങൾക്ക് നന്ദി. ഇനിയും നമുക്ക് കാണാം. ഞാൻ നിൻ്റെ വീട്ടിൽ വരാം, സന്ദീപ് പറഞ്ഞു. തീർച്ചയായും വരണം. ഞാൻ നിങ്ങളെ ചേട്ടാ എന്ന് വിളിച്ചോട്ടെ?